അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചി എന്ന് പറയുന്ന കഥയുടെ ചോദ്യോത്തരങ്ങളുടെ കണ്ടിന്യൂഷനാണ് എഴുതുന്നത്. ഏത് നമ്മുടെ ഇതല്ലേ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ അല്ലേ ചോദിച്ചേ? ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ 20 ബയോഡാറ്റ 10 മാർക്കിനും അപ്ലിക്കേഷന് 10 കേട്ടോ. ഓക്കെ, അതല്ല ഇപ്പൊ പറയണത് ജോബ് അപ്ലിക്കേഷൻ വരാൻ പോണ പരീക്ഷയെ കുറിച്ചല്ലേ? ബുധനാഴ്ചത്തെ പരീക്ഷയെ കുറിച്ചല്ലേ? കഴിഞ്ഞ പരീക്ഷ എത്ര കിട്ടിയിട്ടുള്ള ശ്രീരാഗിനെ? 6. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് 20 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രീരാഗിന് 12 അല്ലേ? 6. അത് 20 കൺവേർട്ട് ചെയ്യുമ്പോൾ 12 അല്ലേ? ഓക്കെ, അത് എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടത്. ശ്രീരാഗ് FHWലാണോ? BCBF അല്ലേ? ഒരു മിനിറ്റ്, BCBF ശ്രീരാഗിന് എത്ര മാർക്ക് നോക്കട്ടെ. ശ്രീരാഗ് എത്ര മാർക്ക്? 6 ആണ്. അപ്പോൾ അത് 12 ആയിരിക്കും 20 വരുമ്പോൾ. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മാഷ്. ശ്രീരാഗ് പ്രസന്റ് പറഞ്ഞിരുന്നോ? ഓക്കെ, ശ്രീരാഗ് FHW വന്നിട്ടുണ്ടോ? ശ്രീരാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീരാഗിന് FHW ശ്രീരാഗിന് എത്ര മാർക്ക് കിട്ടില്ലെന്ന് ഓർമ്മ ഉണ്ടോ? 6. അപ്പോൾ 12 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് എന്താണ് ഷഫീഖ് എന്താണ് ഇത്ര വഴുകണേ? ഇത്ര വഴുകാൻ പാടില്ല കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ സമയത്ത് വരാമല്ലോ. മാർക്ക് എത്ര ഷഫീഖിന്റെ ഓർമ്മയുണ്ടോ? ഓക്കെ, മാഷ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ദ സെറംഗ് ഓഫ് റാണ ഗഞ്ചി ബൈ ഡോക്ടർ AJ ക്രോണിൻ എന്ന് പറയുന്ന കഥയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇനി. ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ തുടർച്ചയാണ് നമ്മൾ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ എഴുതിയോ? ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ എഴുതിയാ? ഹലോ, എഴുതി ഓക്കെ, നമുക്കപ്പോൾ അതിന് തുടർന്ന് എഴുതാം. വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ? What was his reaction when he heard about the breakout of smallpox? When he heard about the breakout of smallpox on the ship. Breakout of smallpox on the ship. എഴുതിയോ? ചോദ്യം എഴുതിയോ? ചോദ്യം എഴുതി കഴിഞ്ഞാ? ഒന്നുകൂടി പറഞ്ഞുതരാമല്ലോ. വാട്ട് വാസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോട്ടോ. ഡിസ്ക്രൈബ് ക്യാപ്റ്റൻ ഹാമ്പിൾ, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ബ്രേക്ക്ഔട്ട് ഓഫ് സ്മോൾ പോക്സ് ഓൺ ദ ഷിപ്പ്. അവിടെ വരെ എഴുതിയോ? ആ രണ്ടാം ഭാഗം സാർ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ വെൻ ഹി ഹേർഡ് അബൌട്ട് ദ ബ്രേക്ക്ഔട്ട് ഓഫ് സ്മോൾ പോക്സ് ഓൺ ദ ഷിപ്പ്. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? ഓക്കെ, അപ്പോൾ എന്താ ചോദ്യം? ക്യാപ്റ്റൻ ഹാമ്പിളിനെ കുറിച്ച് വിവരിക്കാൻ. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? അദ്ദേഹത്തിൻ്റെ റിയാക്ഷനെ കുറിച്ചും വിവരിക്കാൻ പറഞ്ഞു. എപ്പോൾ ഈ സ്മോൾ ബോക്സ് പൊട്ടിപ്പടർന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷനെ കുറിച്ച് വിവരിക്കാനും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. Captain Hamble was a man of
Captain Hamble was a man of 55. Man of 55. Captain Hamble was a man of 55. എഴുതിയോ? ഒരു പ്രാവശ്യം പറഞ്ഞുതരാം, എഴുതാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് എ മാൻ ഓഫ് 55 ബ്രാക്കറ്റിൽ ഏജ് എന്ന് ഇട്ടോ കേട്ടോ. ഏജാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, 55 വയസ്സെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാ എഴുതിയോ? ഓക്കെ ഓക്കെ, അടുത്ത വരി എഴുതിക്കോളൂ. He was known as a strict disciplinarian. He was known as a strict disciplinarian. എഴുതിയോ? He was known as a strict disciplinarian. എഴുതിയാ? ഓക്കെ, അടുത്ത വരി എഴുതിക്കോളൂ. When the doctor told him that two of the deck hands had smallpox. Captain Hamble became tensed. എഴുതിയോ? ടെൻസ്ഡ് എന്ന് വെച്ചാൽ ആകെ ടെൻഷൻ അടിച്ചു എന്നാണ് അർത്ഥം. ടെൻസ്ഡ് സ്പെല്ലിംഗ് TNSED, ടെൻസ്ഡ്. എഴുതിയോ? ഓക്കെ, നമുക്ക് അടുത്ത വരെ എഴുതാം. He was also a just and fair-minded officer. He was also a just and fair-minded officer. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് when he heard about the breakout of smallpox in the ship, he asked the doctor to do his best to keep the disease from spreading. Spreading എന്ന് വെച്ചാൽ പകരുക. സ്പ്രെഡിങ് SPREADING, സ്പ്രെഡിങ്. എഴുതിയോ? അടുത്ത വരി എഴുതിക്കോ. He also wanted others not to know of the disease as the passengers would then get panicky.
wouldn't get panicky. Wouldn't get panicky. Panicky spelling സാർ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചോ. PANICKY. പാനിക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുക എന്നാണ് അർത്ഥം വരുന്നത്. പാനിക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുക എന്നാണ് അർത്ഥം വരുന്നത്. എഴുതിയോ? അതെ, KNOW. നോ എന്ന് വെച്ചാൽ അറിയുക. മറ്റുള്ളവരെ അറിയാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. എനി ഡൗട്ട്സ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നോബി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഹലോ, ഓക്കെ ഓക്കെ, ആ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. where and how was the shelter? Where and how was the shelter for the infected patients? For the infected patients made. Where and how was the shelter for the infected patients made? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഷെൽട്ടർ എവിടെയാണ് ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോൾ എവിടെയാണ് ഷെൽട്ടർ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ആൻവിന് പറയാമോ? ഹലോ, ആർക്കെങ്കിലും പറയാമോ? ആൻവിൻ തന്നെ പറയണമെന്നില്ല, ആർക്കെങ്കിലും പറയാമോ? ഷിപ്പിലെ ആളൊഴിഞ്ഞൊരു ഭാഗത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇത്ര എഴുതി വയ്ക്കാം. ദ ഷെൽട്ടർ ഫോർ ദ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് ബാക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ ഷെൽട്ടർ ഫോർ ദ ഇൻഫെക്റ്റഡ് പേഷ്യൻസ് വാസ് മെയ്ഡ് ഇൻ ദ back part of the ship. Was made in the back part of the ship. Was made in the back part of the ship. Where it would not be nata. Would be nalla. Where it would not be nana. Where it would not be so visible. Where it would not be so visible to others. Where it would not be so visible to others. Where it would not be so visible to others. എഴുതിയോ? ഓക്കെ, അടുത്ത വാചകം എഴുതാം. ഹസൻ was the main person. Hassan was the main person who made the shelter. Hassan was the main person who made the shelter. എന്നിങ്ങനെ എഴുതിക്കോളൂ. In an hour. എന്താ? മെയിൻ പേഴ്സൺ who made the shelter. SHELTER. ഷെൽട്ടർ എഴുതിയോ? ഷെൽട്ടർ എന്ന് എഴുതിയോ? ഓക്കെ, who made the shelter. അടുത്ത വരി എഴുതിക്കോളൂ. In an hour he created a large canvas shelter. In an hour he created a large canvas shelter. എഴുതിയോ? ഹലോ, ഓക്കെ. ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് were then brought up and two patients
were placed there, and the two patients were placed there, and the two patients were placed there. എഴുതിയോ? ഓക്കെ, വെരി ഗുഡ്. ആരെങ്കിലും എഴുതാൻ തീരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സാറ് അവസാനത്തെ വാചകം ഒന്ന് പറഞ്ഞുതരാം. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് were then brought up and the two patients were placed there. അവിടെ വരെ എഴുതിയില്ലേ? അവിടെ വരെ എഴുതിയോ? ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് മനസ്സിലായി. ഷെൽട്ടർ പണിതത് കപ്പലിൻ്റെ ബാക്കിലാണ്. രണ്ട് പേഷ്യൻസിനെ അവിടേക്ക് കൊണ്ടുവരുന്നേക്കാളും മുമ്പ് അവിടെ കുറച്ച് മാട്രസസും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കി. അതുപോലെ തന്നെ എന്താണ്, വലിയൊരു ക്യാൻവാസാണ് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയത്. ആരും കാണാത്ത രീതിയിൽ കപ്പലിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് സെറങ്ക് ഹസൻ അതവിടെ ശരിയാക്കിയത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഹൗ ഡിഡ് ദ സെറങ്ക് ടേക്ക് കെയർ How did the Sarang take care of the deceased patients? How did the Sarang take care of the deceased patients? How did the Sarang take care of the deceased patients? സെറങ്ക് എങ്ങനെയാണ് രോഗികളായിട്ടുള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്, സെറങ്ക് എങ്ങനെയാണ് ശുശ്രൂഷിച്ചത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. സെറങ്ക് വളരെ സിൻസിയർ ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടാണ് നോക്കിയത്. അവർക്ക് ആൻറ്റിബയോട്ടിക്സും അതുപോലെ തന്നെ സെപ്റ്റിക് ആയിട്ടുള്ള ലോഷൻസൊക്കെ ഉപയോഗിച്ച് തുടച്ചു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള അവരുടെ ഡ്രസ്സുകളൊക്കെ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അണുനാശിനിയായിട്ടുള്ള ലിക്വിഡ് കൊണ്ട് കഴുകിയെടുത്തു, അത് ഉണക്കാനിട്ടു, അവർക്ക് ആവശ്യമുള്ള ചെറിയ രീതിയിൽ ഭക്ഷണം കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹസൻ അവരെ ശുശ്രൂഷിച്ചത്. കമ്പാഷനേറ്റ് ആയിരുന്നു അദ്ദേഹം. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. റാജിദാണോ ഇപ്പോൾ എൻ്റർ ചെയ്തത്? ഹലോ, ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. അടുത്ത ചോദ്യത്തിൽ ഉത്തരം എഴുതിയെടുക്കാം. The Sarang was very sincere. The Sarang was very sincere. The Sarang was very sincere and compassionate. The Sarang was very sincere and compassionate in caring the deceased patients. In caring the deceased patients. The deceased patients. Full stop എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. It was a situation to test the strongest nerves. It was a situation to test the strongest nerves. To test the strongest nerves. Full stop എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. But the Sarang was calm. But the Sarang was calm and undisturbed. But the Sarang was calm and undisturbed. But the Sarang was calm and undisturbed. എഴുതിയോ? Sarang was calm and undisturbed. അദ്ദേഹം വളരെ കാമായിരുന്നു. അദ്ദേഹത്തിന് പതർച്ച ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിയോ? എന്താണ്? സ്ട്രോങ്ങസ്റ്റ് നെർവ്സ്. അതായത് നല്ല ധൈര്യമുള്ള വ്യക്തി എന്നാണ്. നെർവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡികൾ എന്നാണ്, നാഡീരമുകൾ എന്നാണ് അർത്ഥം. നെർവ്സിൻ്റെ മറ്റൊരു വാക്കും കൂടിയും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ട്രോങ്ങസ്റ്റ് നെർവ്സ് എന്ന് വെച്ചാൽ നെർവ്സ് ആകാതിരിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. വളരെ ധൈര്യത്തോടെ പതറാതെ നിന്നു എന്നാണ്. മനസ്സിലായോ? അടുത്ത വരി, അതിനെ തുടർന്നുള്ള വരി സാറ് പറഞ്ഞുതരാം. ബട്ട് ദ Sarang was calm and undisturbed.
ഡിസ്റ്റർബ്ഡ് അല്ലാതെ നിന്നു, തീരെ എന്താ പറയുക, അലോസരപ്പെടാതെ നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ആ ഓക്കെ. അടുത്ത വരി പറയട്ടെ. ഓക്കെ. In attending the patients, he seemed untiring. Attending the patients, he seemed untiring. Attending the patients, he seemed untiring. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. The doctor had to beg him. ഡോക്ടറിനെ പ്ലീഡ് ചെയ്യേണ്ടി വന്നു, യാചിക്കേണ്ടി വന്നു എന്നാണ്. The doctor had to beg him. എന്തിനു വേണ്ടി? To be careful and asked him not to go too close to the patients. എഴുതിയോ? ഓക്കെ. നോട്ട് ടു ഗോ ടു ക്ലോസ് ടു പേഷ്യൻസിൻ്റെ അടുത്തേക്ക് വളരെയധികം അടുത്തേക്ക് പോകാതിരിക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വരി നമുക്ക് എഴുതാം. But the sarang was not afraid. And he continued taking care of the patients in all possible ways. Taking care of the patients in all possible ways. എല്ലാ പറ്റാവുന്ന രീതിയിലും പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തു എന്ന്. In all possible ways. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ. In all possible ways. എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം ഡോക്ടർ ഭയങ്കരമായിട്ട് പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തു, എല്ലാ പറ്റാവുന്ന രീതിയിലും പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തു എന്നാണ് വാചകത്തിൻ്റെ അർത്ഥം. എഴുതിയോ? നിങ്ങൾ എഴുതിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ഹലോ? ഓക്കെ. പെൺകുട്ടികളൊന്നും സൗണ്ട് കേൾക്കാമല്ലോ, എഴുതണ്ടോ നിങ്ങൾ? ഓക്കെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? സംശയങ്ങളുണ്ടെങ്കിൽ മാഷോട് ഇപ്പം തന്നെ ചോദിച്ചോട്ടെ, അപ്പം തന്നെ മാഷ് പറഞ്ഞു തരാം കേട്ടാ. അതിന് ആരും ഭയപ്പെടുകയൊന്നും വേണ്ട, കറക്റ്റായിട്ട് മാഷ് പറഞ്ഞു തരാം. എന്തോ PDF ഫയല് മാഷ് കയ്യിലില്ല. മാഷ് തരുന്ന നോട്ട്സ് നിങ്ങൾ അപ്പം എഴുതിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഏതെങ്കിലും നോട്ട്സ് വല്ല ഗ്രൂപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മാഷ് ഷെയർ ചെയ്യാം. അതും മുഴുവനായിട്ട് കിട്ടില്ല, അവിടുന്ന് കിട്ടുകയാണെങ്കിൽ മാഷ് ഷെയർ ചെയ്ത് തരാം. കുറച്ചൊക്കെ മാഷ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ശ്രദ്ധിച്ചായിരുന്നോ? ഷഹബാസ് ശ്രദ്ധിച്ചായിരുന്നോ? എൻ്റെ ഗ്രൂപ്പിൽ, ഞാൻ ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ കുറച്ച് നോട്ട്സ് മുൻപ് കിട്ടിയത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിട്ടാ ഷഹബാസ്. ഓക്കെ, നോക്കി വെക്കില്ലേ ഷഹബാസ്? ഓക്കെ. ഇനി മാഷ്ക്ക് വല്ലതും പുതിയത് കിട്ടുകയാണെങ്കിൽ മാഷ് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. What information did Dr. Cronin collect about the sarang? What information did Dr. Cronin collect about the sarang? എന്ത് ഇൻഫർമേഷനാണ് ഡോക്ടർ ക്രോണിനെ സറങ്ങിനെ കുറിച്ച് കണ്ടെത്തിയത് എന്നാണ് ചോദ്യം. സറങ്ങിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് ഡോക്ടർ ക്രോണിൻ കളക്ട് അബൌട്ട് ദ സറങ്? സറങ്ങിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷനാണ് ഡോക്ടർ ക്രോണിൻ കണ്ടെത്തിയത്? ഡോക്ടർ ക്രോണിൻ കണ്ടെത്തി അദ്ദേഹം പഞ്ചാബിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പാരൻസ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും
ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് മാറി താമസിച്ചു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ 40-40 വർഷത്തോളമായി ഇങ്ങനെ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാണാഗഞ്ചി എന്ന് പറയുന്ന ഈ കപ്പലിൽ 15 കൊല്ലമായി. പിന്നെ കരയിൽ കാര്യമുള്ള സ്ഥലവും സമ്പത്തൊന്നും അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന് കുടുംബമില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർ എ ജെ ക്രോണിൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത്. നമുക്ക് അതിന് ഉത്തരം എഴുതിയെടുക്കാം. ഹലോ, നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മാർജിനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. എഴുതിയോ? മാർജിൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എഴുതിയാ? ഓക്കെ, നമുക്കൊന്ന് ഉത്തരം എഴുതി തുടങ്ങാം. ഡോക്ടർ ക്രോണിൻ gathered some information about the Sarang's past. ഒന്നുകൂടി പറഞ്ഞുതരാം. ഡോക്ടർ ക്രോണിൻ gathered some information about the Sarang's പാസ്റ്റ് ഹിസ്റ്ററി എന്ന് എഴുതിക്കോ. ശരിക്കും പാസ്റ്റ് ഹിസ്റ്ററി എന്ന് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ്. സറങ്സ് ഹിസ്റ്ററി എന്ന് എഴുതിയാലും മതി, സറങ്സ് പാസ്റ്റ് എന്ന് എഴുതിയാലും മതി. പാസ്റ്റ് ഹിസ്റ്ററി എന്ന് എഴുതിയാലും വലിയ കാര്യമുള്ള കുഴപ്പമൊന്നുമില്ല, മനസ്സിലാകാവുന്ന രീതിയിലാണ്. അതൊരു അതിന് കുറച്ച് സ്ട്രെസ് കൊടുത്തു, ഹിസ്റ്ററിക്ക് കുറച്ച് സ്ട്രെസ് കൊടുത്തു. ഹിസ്റ്ററി ഇപ്പോഴും പാസ്റ്റാണ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് എടുക്കുക. അതിലിങ്ങനെ എഴുതിക്കോളൂ, ഇങ്ങനെ എഴുതിക്കോളൂ. His name was Hassan. Full stop ഇടുക. He was from the Punjab. എഴുതിയോ? He was from the Punjab. എഴുതിയാ? ഹലോ, ഓക്കെ, അതിങ്ങനെ എഴുതിക്കോ. But his parents had moved into South India. Okay. There like many others in the coastal region. He had taken to the seafaring life. കടൽ യാത്രകൾ ഉള്ള ജീവിതം തിരഞ്ഞെടുത്തു എന്നാണ് ഉദ്ദേശിച്ചുള്ളത്. സീഫാറിംഗ് ലൈഫ്. ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത വരിയായിട്ട് for nearly 40 years he had been traveling in the various സീഫാറിംഗ് ലൈഫ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ ഒരു വരിയാണ്. for nearly 40 years 40 വർഷത്തിൻ്റെ അടുത്ത്. for nearly 40 years 40 വർഷത്തിനടുത്ത്. he had been traveling in the various oceans. Of the world. എഴുതിയോ? അവിടെ വരെ എഴുതിയോ?
For nearly 40 years, he had been traveling in the various oceans of the world. Oceans of the world. Oceans എന്ന് വെച്ചാൽ വലിയ സമുദ്രങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പല ഓഷ്യൻസ് ഉണ്ട്. ഓഷ്യൻ എന്ന് പറഞ്ഞ സ്പെല്ലിങ് സാറ് എപ്പോഴും തെറ്റ് വരുത്താറുള്ളതാണ്. എപ്പോൾ സാറ് ഓഷ്യൻ എഴുതുമ്പോൾ OCCAN എന്നാണ് എഴുതാറ്. വളരെ നാളുകൾക്ക് ശേഷമാണ് സാറിന് പിന്നെ അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായിട്ട് മനസ്സിലായത്. OCAN ഉള്ളൂ കേട്ടോ. തെറ്റുകൾ നിങ്ങൾ വരുത്തില്ലല്ലോ. ഹലോ, കേട്ടോ പ്രിയ വിദ്യാർത്ഥികൾ, കേട്ടോ? ഓഷ്യൻ സ്പെല്ലിങ് OCEAN എന്നാ ഉള്ളൂ. OCCEAN ആണ് മാഷ് തെറ്റ് വരുത്താറുള്ളത്. OCEAN വേണ്ട, ഓഷ്യൻ. ഓക്കെ, മനസ്സിലായോ? സാറിൻ്റെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എപ്പോഴും തിരുത്താറുണ്ട് ആ ഓഷ്യൻ എന്നുള്ള സ്പെല്ലിങ്. സാറ് തെറ്റ് എഴുതുമ്പോൾ OCEAN ആണ് ഉള്ളോ എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പിന്നെ സാറിനത് മനസ്സിലായി, സാർ പിന്നെ അധികം തിരുത്തിയിട്ടില്ല. സാറ് പഠിക്കുന്ന കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞു. ഓക്കെ, ഓഷ്യൻ ഓഫ് ദ വേൾഡ് എഴുതിയില്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത വരി എഴുതിക്കോ. ഇൻ ദ റാണാഗഞ്ചി he had spent 15 years. In the Rana Ganji, he had spent 15 years. In the Rana Ganji, he had spent 15 years. Stop it. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? 15 years. In the Rana Ganji, he had spent 15 years. അവിടെ വരെ എഴുതി കഴിഞ്ഞോ? നോബി എഴുതി കഴിഞ്ഞോ? ഓക്കെ. എന്താ ബാക്കിയുള്ളവരാരും മിണ്ടാത്ത? എല്ലാവരും അറ്റൻഡ് ചെയ്യണില്ലേ? ഹലോ, ലെന, ഡയാന, നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ലെനയുടെ സൗണ്ട് കേൾക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ആൻവിൻ ഓക്കെ, വെരി ഗുഡ്. അതിനിങ്ങനെ എഴുതിക്കോളൂ. ഹി ഹാഡ് നോ പ്ലേസ്. ബാക്കിയുള്ളവരെല്ലാവരും എഴുതണ്ടെന്ന് സാറ് പ്രതീക്ഷിക്കുന്നു. അവരെല്ലാവരും പേര് സാറ് വിളിക്കുന്നില്ല. എല്ലാവരും എഴുതണ്ടെന്നുള്ള പ്രതീക്ഷയിൽ സാർ മുന്നോട്ട് പോവുകയാണ്. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ദ ഷോർ. He had no place on the shore. Comma ഇട്ടിട്ട് he had no friends or family. Sir, അതിന് കൃഷ്ണൻ പ്രസന്റ് ആയത് ഇപ്പോഴല്ലേ? എത്ര നേരെ ക്ലാസ് തുടങ്ങിയിട്ട്? ക്ലാസ് കഴിയാൻ 10 മിനിറ്റ് തന്നെയുള്ളൂ. അപ്പൊ പ്രസന്റ് പറഞ്ഞ എങ്ങനെ സാർ അറ്റൻഡൻസ്? അതാ പറയണേ, ക്ലാസ് ഉണ്ടെന്ന് അതിനറിഞ്ഞൂടായിരുന്നോ? സമയത്ത് ക്ലാസ്സിൽ കയറണ്ടേ? നമ്മൾ പരീക്ഷ എടുത്തു തുടങ്ങിയില്ലേ? ഏതായാലും സാർ ഇപ്രാവശ്യം ക്ഷമിച്ചിരിക്കണം. അടുത്ത പ്രാവശ്യം കറക്റ്റ് സമയത്ത് വരാട്ടാ. ഓക്കെ, നമുക്ക് അപ്പോൾ ഉത്തരം കണ്ടിന്യൂ ചെയ്യാം. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ദ ഷോർ എന്ന് വരെ എഴുതിയില്ലേ? ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ദ ഷോർ എന്ന് എഴുതിയില്ലേ? കോമ ഇട്ടിട്ട് ഹി ഹാഡ് നോ ഫ്രണ്ട്സ് ഓർ ഫാമിലി. നോർ ഫാമിലി. ഫ്രണ്ട്സും ഇല്ല, ഫാമിലി ഇല്ല എന്നാണ് പറയണത്. ആർക്ക്? നമ്മുടെ പ്രിയങ്കരനായ ഹസൻ എന്ന് പറഞ്ഞ സെറങ്ക്. നല്ലൊരു മനസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് എപ്പോഴും കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഹി ഹാഡ് നോ ഫ്രണ്ട്സ് ഓർ നോർ ഫാമിലി. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ. ഓറിൻ്റെ നെഗറ്റീവ് യൂസേജ് പോലെയാണ് നോർ വരുന്നത് കേട്ടോ. നോർ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാൻ വേണ്ടി സാറൊന്ന് പറഞ്ഞതേയുള്ളൂ. അടുത്ത വരെ എഴുതിക്കോ. ഹി ഹാഡ് നെവർ മാരീഡ്. ഫുൾ സ്റ്റോപ്പ് ഇടുക. അതെങ്ങനെ എഴുതു? ഹി വാസ് എ മുസ്ലിം. ഫുൾ സ്റ്റോപ്പ് ഇടുക. കഥയുള്ള കാര്യങ്ങളായിട്ട് സാറ് പറയണേ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയണത്. അടുത്ത വരെ എഴുതിക്കോ.
all his life he had acquired nothing. Neither money nor property. He had acquired nothing, neither money nor property. Full stop ഇടുക. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഹലോ, അവിടെ വരെ എഴുതിയോ? ഓക്കെ. ആ, അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ആയിട്ടോ സമ്പത്തായിട്ടോ സ്ഥലമായിട്ടോ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കുറേ അനുഭവങ്ങളും കുറേ സൽപ്രവർത്തികളും മാത്രമേ അദ്ദേഹത്തിന് സമ്പത്തായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്ത വരെ എഴുതിക്കോളൂ. വാട്ട് ഹി ഹാഡ് വാസ് വർത്ത് എ ഫ്യൂ റുപ്പീസ്. കുറച്ച് നാണയങ്ങൾ കൊണ്ട്, കുറച്ച് രൂപ കൊണ്ട്, കുറച്ച് രൂപ മാത്രം വിലയുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. വാട്ട് ഹി ഹാഡ് വാസ് വർത്ത് എ ഫ്യൂ റുപ്പീസ്. And it was in the ship. അത് എവിടെയായിരുന്നു? അത് കപ്പലിലുണ്ടായിരുന്നു. And it was in the ship. എഴുതിയോ? കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ, വെറും കുറച്ച് ചില്ലറ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പത്തായിട്ടൊന്നുമില്ല. 40-40 വർഷമായി കടൽ യാത്രകൾ തുടങ്ങിയിട്ട്. 15 കൊല്ലമായിട്ട് റാണാഗഞ്ചിയിൽ ജോലിക്ക് തുടങ്ങിയിട്ട്. എന്നിട്ടും കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. കൂട്ടുകാരില്ല, കുടുംബമില്ല, കല്യാണം കഴിച്ചിട്ടില്ല. കുറേ സൽപ്രവർത്തികളും നല്ല പ്രവർത്തികളും മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിച്ച നല്ല അനുഭവങ്ങളും മാത്രമേ അദ്ദേഹത്തിന് സമ്പത്തും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് വാസ് ഹസൻസ് ആറ്റിറ്റ്യൂഡ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രിയ വിദ്യാർത്ഥികളെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ഹസൻസ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്? as explained to Cronin. What was Hassan's attitude to life as explained to Cronin? ക്രോണിനോട് എക്സ്പ്ലെയിൻ ചെയ്ത പ്രകാരം ഹസൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ജീവിതത്തോട് എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ് എന്നാണ് ചോദ്യം. ഹസൻ വളരെ ഭാവിക്ക് വേണ്ടി അധികം കരുതാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ദൈവസന്നിധിയിലാണ്. നല്ല സൽപ്രവർത്തികളും മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായ സേവനങ്ങളുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിന് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു, തുച്ഛമായിരുന്നു, കുറച്ചായിരുന്നു. ഇമ്മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള നിസ്വാർത്ഥമായ സേവനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഹസൻ തോട്ട്, ഉത്തരമാണ് എഴുതണം കേട്ടോ. ഹസൻ തോട്ട് money was of no use. ഓക്കെ. ആരാണത് പറഞ്ഞത്? ആൻവിൻ ഇതുവരെ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ടോ? ഹലോ, പറഞ്ഞുതരാം. ഹസൻ തോട്ട് money was of no use. For someone who had all that he needed. Who had all that he needed. ആ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹസൻ ഉള്ളതുകൊണ്ട് വളരെ സംതൃപ്തനാണ്. മനസ്സിലായോ? അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പൈസ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, എല്ലാം ലഭിച്ചവനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നാണ് അർത്ഥം. ഹസന് കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഉള്ളതുകൊണ്ട് വളരെ സന്തുഷ്ടനും സംതൃപ്തനാണ് എന്നാണ് അർത്ഥം. അടുത്ത വരി എന്നിട്ട് എഴുതിക്കോളൂ. He was quite happy with the way
he was. With the way he was. അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു എന്ന് അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയിൽ. He was quite happy with the way he was. എന്നിട്ടിങ്ങനെ എഴുതിക്കോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്. He needed no extra money. He needed no extra money. He needed no extra money for his service. He needed no extra money for his service. അവിടെ വരെ എഴുതിയോ? അവസാനത്തെ രണ്ടുപേരും ഒന്നുകൂടി സാർ പറയാം, ശ്രദ്ധിച്ചോട്ടോ. He was quite happy with the way he was. Again, he needed no extra money for his service. And അടുത്ത വരി, he had no respect for money. എഴുതിയോ? He had no respect for money. എഴുതിയോ? ഹലോ? No respect for money. No respect for money. എഴുതിയോ? ഓക്കെ. He had no respect for money. പെൺകുട്ടികളെല്ലാം എഴുതി കഴിഞ്ഞോ? ഓക്കെ. And he despised it. And he despised it. ആ പൈസയെ തിരസ്കരിച്ചു എന്നാണ്. And he despised it. വേണ്ടെന്ന് വെച്ചു, ഡിസ്പൈസ്ഡ്, തിരസ്കരിച്ചു. മനസ്സിലായോ? ഡിസ്പൈസ്ഡ് ഇറ്റ്. ഇറ്റ് എന്ന് വെച്ചാൽ മണി. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ, അടുത്ത വരി എഴുതിക്കോളൂ. He was never worried. He was never worried. He was never worried. He was never worried. He was never worried about tomorrow. He was never worried about tomorrow. He was never worried about tomorrow. അവിടെ വരെ എഴുതിയോ? ഓക്കെ. അപ്പോൾ ഈ പാഠത്തിലെ ഒരുവിധം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി സാർ അടുത്ത ദിവസം പുതിയ പാഠമുണ്ടല്ലോ, ഒരു പാഠം കൂടിയല്ലേ ഉള്ളോ, ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കടവ് അല്ലേ നമുക്ക് ഇനി ഉള്ളോ, അതും കൂടിയും എടുക്കാം. അത് കഴിഞ്ഞ് റിവിഷനിൽ വരുമ്പോൾ സാർ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് എല്ലാ പാഠങ്ങളിൽ നിന്നും തരാം. അത് മതിയില്ലേ? ഇപ്പോൾ ഈ പാഠത്തിന് എത്ര ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി? 10. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ദിവസം സാറ് പരീക്ഷ കണ്ടക്ട് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് പുതിയൊരു പാഠം തുടങ്ങാം. ഓക്കെ. അടുത്ത ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ക്ലാസ്സിൽ നമുക്ക്, അടുത്ത ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠം തുടങ്ങാം. ഓക്കെ, അത് മതിയില്ലേ? ഹലോ, അത് മതിയില്ലേ? ഹലോ, എന്തായാലും ഒന്നും മറുപടി പറയാത്തേ? പെൺകുട്ടികൾ എന്താ ഒന്നും മറുപടി പറയാത്തേ? ഹലോ, കേൾക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരീക്ഷയുണ്ട്. പരീക്ഷ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററാണ് നമ്മൾ പരീക്ഷയായിട്ട് നടത്തുന്നത്. അതിനുശേഷം എന്താണ്, നമ്മൾ അടുത്ത പുതിയൊരു പാഠമുണ്ട്, സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കടവ് എന്ന് പറഞ്ഞ ഒരു പാഠം. നല്ലൊരു ഭംഗിയുള്ളൊരു കഥയാണ്. അത് കഴിയാം, അതിൽ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം 10 ക്വസ്റ്റ്യനുകളും നമ്മൾ എഴുതി. ഇനി അതിന് ശേഷം അതിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ തുടങ്ങുമ്പോൾ ഈ കവർ ചെയ്തിട്ടുള്ള എല്ലാ പാഠങ്ങളിൽ നിന്നും നമുക്ക് ചില സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി കണ്ടെത്തിയിട്ട് പഠിച്ചെഴുതാം. അത് മതിയല്ലോ അല്ലേ? ഹലോ, നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം സാറ് ചോദിക്കണേ. പെൺകുട്ടികൾ എന്താ ഒന്നും മിണ്ടാത്തേ? ഹലോ, നയന, ഡയാന, പിന്നെ ആരൊക്കെയാ, പിന്നെ എപ്പോഴും ഉത്തരം പറയാറുള്ള ആൾക്കാരൊക്കെയാ? ഓക്കെ, ഐശ്വര്യ, അവരൊക്കെ എവിടെ? സംസാരം കേൾക്കാമല്ലോ. അലന, സെബാസ്റ്റ്യൻ, നിങ്ങളൊക്കെ ഓൺലൈനായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ. അപ്പോൾ സാറ് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ മതിയല്ലോ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ മാഷോട് പറഞ്ഞോ, മാഷ് അത് ശ്രദ്ധിക്കാം. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഹലോ.
ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഒരു പാഠം കൂടി അല്ലേ സാർ എടുക്കാനുള്ളോ ഫോക്കസ് ഏരിയയിലത്തെ? അതേതാ പാഠം എന്നറിയോ ആർക്കെങ്കിലും? ഏതാ പാഠം എന്നറിയോ? ദ സേക്രഡ് ടെർട്ടിൽസ് ഓഫ് കടവ്. അതാണ് ഫോക്കസ് ഏരിയയിൽ ഒരു പാഠം കൂടി ഉള്ളത്. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഫോക്കസ് ഏരിയ ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും റിവിഷൻ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് മുടങ്ങിയൊരു പേര് സാർ ഒന്നുകൂടിയും പറയാം. BCBFലെ മിഥുൻ മുടങ്ങിയെടുക്കാണ്. അതുപോലെ മുഹമ്മദ് ഷാ മുടങ്ങിയെടുക്കാണ്. നയന വന്നുണ്ടോ BCBFലെ? അപ്പോൾ നയന ആബ്സെൻ്റ് ആണ്. പിന്നെ പ്രബന്നാഥ് ആബ്സെൻ്റ് ആണ്. പ്രണവ് ആബ്സെൻ്റ് ആണ്. ഷിഹാസ് വന്നുണ്ടോ? ഷിഹാസ് ആബ്സെൻ്റ് ആണ്. ശ്രീലാൽ ആബ്സെൻ്റ് ആണ്. ഇവരൊക്കെയാണ് BCBFൽ മുടങ്ങിയിട്ടുള്ളവർ. ഇനി FHWയിൽ മുടങ്ങിയിട്ടുള്ളവർ നമുക്ക് നോക്കാം. ജെയിൻ ജോയ് വന്നിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് മിർസ, മുഹമ്മദ് റാഫി, ഉവൈസ് വന്നിട്ടുണ്ടോ? സൈനുദ്ദീൻ, ഗൗരി കൃഷ്ണ. ഓക്കെ, ഇവരൊക്കെയാണ് FHWയിൽ മുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തേക്ക് ഇത് മതി. അടുത്ത ദിവസം ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ആ പോർഷൻ എന്ന് പറയുന്നത് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ ആണ്. പ്രിയ വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാനായിട്ട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ വീഡിയോ ക്ലാസ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ദയവായിട്ട് അത് പഠിക്കുക. അടുത്ത ദിവസം എന്തായാലും പരീക്ഷ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളോടും താങ്ക് യു പറഞ്ഞ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.